ബിസ്മില്ലാഹി റഹ്മാനി റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന വിഷയം അള്ളാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സിയാറത്ത് ചെയ്യുന്നതിലൂടെ ഒരു മുഅ്മിന് ലഭിക്കുന്ന 10 നേട്ടങ്ങളെപ്പറ്റി, ഗുണങ്ങളെപ്പറ്റിയാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. ഏതൊരു മുഅ്മിനായ മനുഷ്യനും ആഗ്രഹിക്കുന്ന, കൊതിക്കുന്ന, ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സിയാറത്ത് ചെയ്യുക. അവിടെ പോയി അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് പലതവണ പറയാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്, ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. അതിനുവേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് നിരന്തരം ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. ഒരുപാട് ആളുകൾക്ക് ആ മഹാസൗഭാഗ്യം കിട്ടിയതുമാണ്. ഹദീസിൽ കാണാൻ കഴിയും, ആരെങ്കിലും എന്നെ സിയാറത്ത് ചെയ്താൽ അവനിക്ക് എൻ്റെ ശഫാഅത്ത് ലഭിച്ചു എന്ന് പറയുന്ന ഹദീസ് നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സിയാറത്ത് ചെയ്യുന്നതിനെ പറ്റി പ്രേരിപ്പിക്കുന്ന ഒരുപാട് ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സിയാറത്ത് ചെയ്യുന്നതിലൂടെ ലഭിക്കുന്ന 10 നേട്ടങ്ങളാണ്, ഗുണങ്ങളാണ്. അതിൽ ഒന്ന്, ഒരാൾ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആത്മാർത്ഥമായിട്ട് ഇഖ്ലാസോടുകൂടെ സിയാറത്ത് ചെയ്യുമ്പോൾ അവിടുത്തെ പ്രിയം വെച്ചുകൊണ്ട്, അവിടുത്തെ ഇഷ്ക്, അവിടുത്തുള്ള മഹബത്ത് മനസ്സിൽ നിറച്ചുകൊണ്ട് മദീനയിലെത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സിയാറത്ത് ചെയ്യുമ്പോൾ ലഭിക്കുന്ന ഗുണം, അതൊന്ന്, അവനിക്ക് ഉയർന്ന പദവികൾ ലഭിക്കും എന്നുള്ളത് ഒരു നേട്ടമാണ്. ആ നേട്ടങ്ങളിൽ ഒരു നേട്ടം ഉയർന്ന പദവികൾ ലഭിക്കുന്നതാണ്. ആ സിയാറത്ത് അല്ലാഹ് കബൂലാക്കുകയും വേണ്ടി വരും. രണ്ടാമത്തെ നേട്ടം, അവന് ഏറ്റവും ഉയർന്ന ആവശ്യങ്ങൾ എത്തിച്ചേരുമെന്നുള്ളതാണ്. അവൻ്റെ ഏറ്റവും വലിയ ആവശ്യങ്ങൾ എന്തൊക്കെയാണോ, അവൻ്റെ ഏറ്റവും വലിയ ആവശ്യങ്ങൾ എന്തൊക്കെയുണ്ടോ ആ ആവശ്യങ്ങളൊക്കെ അവനിലേക്ക് എത്തിച്ചേരും എന്നുള്ളതാണ്. മൂന്നാമത്തത്, അവൻ ലക്ഷ്യം വെക്കുന്ന ലക്ഷ്യങ്ങളൊക്കെ പൂർത്തീകരിക്കപ്പെടും എന്നുള്ളതാണ്. നാലാമത്തത്, അവൻ്റെ കഴിവുകളൊക്കെ അതൊക്കെ പൊതുജന സമക്ഷം അത് പ്രകടമാകും. അവൻ്റെ എല്ലാ കഴിവുകളും പ്രകടമാകും എന്നുള്ളതാണ് നാലാമത്തെ കാര്യം. 10 നേട്ടങ്ങളിൽ നിന്ന് അഞ്ചാമത്തെ നേട്ടമെന്ന് പറയുന്നത് നിരാശ, സങ്കടം, അതിൽ നിന്ന് അവനക്ക് മോചനമുണ്ടാവും, മുക്തി ലഭിക്കുന്നതാണ്. ആറാമത്തത്, അവൻ്റെ അയ്ബുകൾ, അവൻ്റെ വൈകല്യങ്ങൾ, മാനസികമായ വൈകല്യങ്ങളൊക്കെ അതിൽ നിന്നുള്ള ശുദ്ധി ഉണ്ടാകുന്നതാണ്. ഏഴാമത്തത്, ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങളൊക്കെ അതൊക്കെ എളുപ്പമായി, സിമ്പിളായി മാറിക്കിട്ടുന്നതാണ്. ബുദ്ധിമുട്ടുകളൊക്കെ നീങ്ങി പ്രയാസങ്ങളൊക്കെ മാറിക്കിട്ടുന്നതാണ്. എട്ടാമത്തത്, അവൻ്റെ പ്രതിനിധികളായിട്ട് ആരെല്ലാം ഉണ്ടോ അവരൊക്കെ അവനക്ക് മതിയായ രൂപത്തിൽ എത്തിച്ചേരുമെന്നുള്ളതാണ് എട്ടാമത്തെ ഗുണമായി പറയുന്നത്. ഒൻപതാമത്തത്, നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന അന്ത്യം, ആഖിബത്ത്, അത് നല്ലതായിത്തീരുമെന്നുള്ളതാണ്. പത്താമത്തത്, റബ്ബിൻ്റെ റഹ്മത്ത് അവനക്ക് ലഭിക്കും എന്നുള്ളതാണ് പത്താമത്തെ കാര്യം. ഈ 10 കാര്യങ്ങൾ ഒരാൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആത്മാർത്ഥമായി സിയാറത്ത് ചെയ്യുമ്പോൾ ലഭിക്കുന്നതാണ്. ഇവിടെയും ചില നിബന്ധനകളുണ്ട്. ആ സിയാറത്ത് അല്ലാഹ് കബൂലാക്കിയാൽ ഈ 10 കാര്യങ്ങൾ കിട്ടുമെന്നുള്ളതിൽ ഒരു സംശയം വേണ്ട. ഈ 10 കാര്യങ്ങൾ ആ സിയാറത്ത്, അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സിയാറത്ത് ചെയ്യുക എന്നുള്ള ആ സിയാറത്ത് ചെയ്യൽ, അള്ളാഹു സുബ്ഹാനഹു വ തആല ആ സിയാറത്ത് സ്വീകരിച്ചാൽ, കബൂലാക്കിയാൽ ഈ 10 കാര്യങ്ങൾ അവനക്ക് ലഭിക്കുമെന്നതിൽ ഒരു സംശയവും വേണ്ട. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മദീനയിലെത്താനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സലാം പറയുവാനും സിയാറത്ത് ചെയ്യുവാനും അവിടുന്നോട് നമ്മുടെ സങ്കടങ്ങൾ, ആവലാദികൾ പറയുവാനും നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ.